എല്ലാവരോടും നല്ലോണം കളിക്കുന്ന കുഞ്ഞുവാവയായിരുന്നു. ആര് വിളിച്ചാലും അവരുടെ കയ്യിൽ പോകും. പെട്ടെന്നൊരു ദിവസം ആയപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ ആരുടെയും കയ്യിൽ പോകില്ല. അമ്മയുടെ, അച്ഛൻ്റെ അല്ലെങ്കിൽ എപ്പോഴും നോക്കുന്ന ആരുടെയെങ്കിലും അടുത്ത് മാത്രമേ നിൽക്കുള്ളൂ. ഇതിനെയാണ് നമ്മൾ സ്ട്രേഞ്ചർ ആൻസൈറ്റി എന്ന് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്യുന്ന ഏകദേശം ഒരു 6 മാസമൊക്കെ പ്രായമാകുമ്പോഴാണ്. 6 മാസമൊക്കെ കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ പിന്നെ വേറെ ആരുടെ അടുത്തും പോകില്ല. പരിചയമില്ലാത്തവരെ കണ്ടാൽ കരയാൻ തുടങ്ങും. പിന്നെ 6 മാസത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ വരുന്നുണ്ട്. അവരുടെ ഫീഡിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. ആ സമയത്ത് സ്പൂണിൽ അല്ലെങ്കിൽ ചെറിയ കപ്പിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് അത് കുടിച്ചിറക്കാൻ പാകപ്പെടുന്ന ഒരു ഏജാണ് ഈ 6 മന്ത്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 6 മാസം ആകുമ്പോൾ നമുക്ക് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ. 6 മാസം കഴിഞ്ഞ് നമ്മൾ ഫീഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ പതുക്കെ പതുക്കെ ഫീഡിങ് നന്നായിട്ട് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങും. വളരെ ഈസി ആയിരിക്കും ആ സമയത്ത് കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യിപ്പിക്കാൻ. ഒരു 7-ാം മാസം 8-ാം മാസത്തിലോട്ടൊക്കെ എത്തുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ പ്രിഫറൻസ് തുടങ്ങും. അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരം മാത്രമേ കഴിക്കുകയുള്ളൂ, മൂടുണ്ടെങ്കിൽ മാത്രമേ കഴിക്കുകയുള്ളൂ. ശക്തിയായിട്ട് അടച്ചു വയ്ക്കാനൊക്കെ തുടങ്ങും. നമ്മൾ നിർബന്ധിച്ച് ഫീഡ് ചെയ്താൽ കുഞ്ഞുങ്ങൾ കുടിക്കാൻ മടി കാണിക്കും. അപ്പോൾ ഇതിനാണ് റെഫ്യൂസൽ ഓഫ് ഫീഡ് ഒക്കെ പറയുന്നത്. അപ്പോൾ ഈ റെഫ്യൂസൽ